എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു റെസിപ്പി ഞങ്ങൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ കോൾഡൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു രസമാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ തക്കാളി രസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ മുഴുവനുള്ള കുരുമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊരു ഉരലിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുക. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിന് നല്ല എരിവാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി കുറച്ചൊന്ന് കൂടി നിൽക്കണം മുളക് പൊടിയെക്കാട്ടിലും. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവാപ്പൊടി 1 നുള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരുപാട് കൂടരുത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ചിടാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം, വലിയ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ അരിയാവുന്നതാണ്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ചൂടുള്ള വെള്ളമല്ല, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായം കുറച്ചൊന്ന് മുന്തി നിൽക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 നുള്ളു കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രസം കോൾഡൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു രസമാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഈ ഒരു രസം മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ തക്കാളി രസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ രസം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണമെന്നില്ല. പക്ഷേ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ രസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു രസം മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ രസം എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.